നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ നേവൽ ഷിപ്സിലാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എയറോപ്ലെയിൻസ് ആണ്. ഇത് നമ്മൾ ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലെ 4th മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ഷിപ്സ്, നേവൽ ഷിപ്സ്. നമ്മൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ടേംസ്, ഷിപ്പിനകത്ത് ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ അറിയേണ്ടത് ബോവ് എന്താണെന്നാണ്. ബോവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതൊരു ഷിപ്പാണ്, ആ ഷിപ്പിൻ്റെ ഫ്രണ്ട് പോർഷനെ വിളിക്കുന്ന പേരാണ് ബോവ്. ഷിപ്പിൻ്റെ റിയർ എൻജിൻ, ഇത് ഷിപ്പിൻ്റെ ബാക്ക് പോർഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ്, റിയർ എൻജിൻ. നമ്മൾ സ്റ്റേണിൽ നിന്നും ഈ ഷിപ്പിനെ വ്യൂ ചെയ്യുമ്പോൾ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വെൻ ലുക്കിംഗ് ഫ്രം സ്റ്റേൺ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ബോർഡ്. നിങ്ങൾക്ക് കാണാം, ഷിപ്പിൻ്റെ ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് ഹാൻഡ് സൈഡ്, ഇവിടെ നിന്ന് നോക്കുമ്പം റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ബോർഡ്. നമ്മളിപ്പോൾ ഒബ്സർവർ ഇവിടെ നിൽക്കുക, ആ ഒബ്സർവറിൻ്റെ റൈറ്റ് സ്റ്റാർ ബോർഡ് എന്ന് പറയും. ആ ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെൻ ലുക്കിംഗ് ഫ്രം സ്റ്റേൺ, അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ട്. സോ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ആണ് ബോവ്, സ്റ്റേൺ, സ്റ്റാർ ബോർഡ്, പോർട്ട്. ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ ബോവ് റൈസ് ആവുമോ ഡിപ്പാവുമോ, സ്റ്റേൺ റൈസ് ആവുമോ ഡിപ്പാവുമോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഷിപ്പിനകത്ത് ഉണ്ടാകുന്ന മോഷൻസിനെ കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കണം. ഷിപ്പിനകത്ത് ഡ്യൂ ടു വെതർ ഈ പറയുന്ന 6 മോഷൻസ് ഉണ്ടാവാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 6 മോഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി അങ്ങോട്ട് പോവാം. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം ഷിപ്പിൽ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു 3 ടേംസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. സ്റ്റിയറിംഗ്, പിച്ചിങ് ആൻഡ് റോളിംഗ്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഷിപ്പിൻ്റെ ടോപ്പിൽ നിന്നും വ്യൂ ചെയ്യുമ്പോൾ ഷിപ്പ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടേൺ ആണോ റൈറ്റ് ടേൺ ആണോ, ആ മോഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റിയറിംഗ്. ഇറ്റ്സ് ടേണിംഗ് ഓൺ സൈഡ് വെൻ വ്യൂഡ് ഫ്രം ദി ടോപ്പ്. പിച്ചിങ് എന്ന് പറയുന്നത് ദി ആംഗുലാർ മോഷൻ ഓഫ് ദി ഷിപ്പ് അബൌട്ട് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ്. റോളിംഗ് എന്ന് പറയുന്നത് ആംഗുലാർ മോഷൻ ഓഫ് ദി ഷിപ്പ് അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. സോ നിങ്ങൾ ടോപ്പിൽ നിന്ന് ഷിപ്പിനെ വ്യൂ ചെയ്യുമ്പോൾ ഷിപ്പ് ലെഫ്റ്റ് ടേൺ ആണോ റൈറ്റ് ടേൺ ആണോ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിയറിംഗ്. ഇനി പിച്ചിങ്ങും റോളിങ്ങും, ഇതെന്ന് പറയുന്നത് ആംഗുലാർ മോഷനാണ് ഷിപ്പിൻ്റെ. ഓക്കെ, ഒരു ലിമിറ്റഡ് ആംഗുലാർ മോഷനാണ് above the transverse axis. above the longitudinal axis ആണെങ്കിൽ ആ ആംഗുലാർ മോഷനെ വിളിക്കുന്ന പേരാണ് റോളിംഗ്. സോ നമുക്കിനി പിച്ചിങ്ങും റോളിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണാം. നിങ്ങൾക്കിപ്പം പിച്ചിങ് എന്താണ് റോളിംഗ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ഞാൻ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഡ്യൂ ടു സ്റ്റിയറിംഗ് സമയത്ത് എന്താണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാകുന്നത്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു കണ്ടീഷനാണ്, നേരത്തെ നമ്മൾ എയറോപ്ലെയിനിൽ പറഞ്ഞ കണക്ക് തന്നെ ഒരു കണ്ടീഷൻ. ആദ്യം ഈ ഒരു കണ്ടീഷനിൽ എന്താണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്നാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രൊപ്പല്ലർ, ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദ ഷിപ്പ് സ്റ്റിയേഴ്സ് ടു ലെഫ്റ്റ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റിൻ്റെ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു, ഷിഫ്റ്റ് സ്റ്റിയറിന് എങ്ങോട്ടാണ്, ലെഫ്റ്റ് ആണ്. ഷിഫ്റ്റ് ഒരു ലെഫ്റ്റ് ആണ് എടുക്കുന്നത്. ഒബ്സർവർ ഈസ് ലുക്കിംഗ് ഫ്രം ദി ഫ്രണ്ട്. ഒബ്സർവർ ഈ ഷിപ്പിനെ ഫ്രണ്ടിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഈ കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലോക്ക് വൈസിൽ പ്രൊപ്പല്ലർ കറങ്ങുന്നു, ഷിപ്പ് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, ഒബ്സർവർ ഫ്രണ്ടിലാണ് ഷിപ്പിൻ്റെ. സോ നമുക്ക് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എയറോപ്ലെയിൻ ഡിസ്കസ് ചെയ്ത ഈ 5 സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിസ് ഓഫ് സ്പിൻ കണ്ടുപിടിക്കുക, ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആക്സിസ് കണ്ടുപിടിക്കുക, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദി പൊസിഷൻ, അത് കണ്ടുപിടിക്കുക. മൂന്നാമത്തത് നമ്മളെ സ്പിൻ വെക്ടർ, അതായത് ആംഗുലർ വെലോസിറ്റിയെ
ഓഫ് ദി പ്രൊപ്പല്ലറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, എന്തിനു വേണ്ടി? നമ്മളെ പൊസിഷൻ്റെ അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക 90 ഡിഗ്രിയിൽ. അപ്പം നമുക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടും. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. എന്നിട്ട് നമ്മളെ തമ്പ് ആ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് എഫക്റ്റ് കിട്ടും. ഇത് എഫക്റ്റ് ഓൺ എയറോപ്ലെയിൻസിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. സോ 1 by 1 ആയിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈ പ്രോബ്ലം ഒരിക്കലും തെറ്റില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. സോ നമ്മളെ ഷിപ്പിൻ്റെ ബോ ഇതാണ്. ഫ്രണ്ട് പോർഷനെ ബോ എന്ന് പറയും, ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റേൺ എന്ന് പറയും. സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ റൈറ്റ് സൈഡിനെ നമ്മൾ സ്റ്റാർ ബോർഡ് എന്ന് പറയും, ലെഫ്റ്റ് സൈഡ് നമ്മൾ പോർട്ട് എന്ന് പറയും, അല്ലേ? സോ ഇത് ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, സോ ടോപ്പ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മളെ ബോ ആണ്, ഇത് ഫ്രണ്ട് പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ നമ്മളെ ടെയിലാണ്, അതായത് റിയർ എൻഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേൺ ആണ്. സോ ഞാനിനി ഈ പടം വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോർഷൻ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പോർഷനാണ്, ബോ ആണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേൺ ആണ്. കണ്ടോ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേൺ ആണ്, ഈ ഒരു പോർഷൻ അതിൻ്റെ ബോ ആണ്. ഇനി ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇനി പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമ്മളെ കണ്ടീഷൻ, ഒബ്സർവർ നമ്മളെ ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഇത് ബോവിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഒബ്സർവർ ഷിപ്പിനെ ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ്. സോ നമ്മൾ ഒബ്സർവർ ഈസ് ഒബ്സർവിങ് ദ ഷിപ്പ് ഫ്രം ഫ്രണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കുക, അല്ലേ? നമ്മളെ പ്രൊപ്പല്ലറിൻ്റെ ആക്സിസും നമ്മളെ ഐ ഓഫ് ദി ഒബ്സർവറും തമ്മിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനെ വിളിക്കുന്ന പേരാണ് സ്പിൻ ആക്സിസ്. സോ ഫസ്റ്റ് നമ്മൾ സ്പിൻ ആക്സിസ് കണ്ടുപിടിച്ചു. സോ നമുക്ക് സ്പിൻ ആക്സിസ് ആണിത്. നമുക്കറിയാം, ദാണ്ടേ ഒബ്സർവറിൻ്റെ റൈറ്റിൽ നിന്നും കാണുന്നത്, നമ്മളെ സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോൾ, അത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ബോർഡ്. ദെൻ ലെഫ്റ്റ് സൈഡിൽ പോർഷനാണ് പോർട്ട്. അപ്പോൾ ഇവിടാണ് ഇപ്പം സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോൾ, അത് ബാക്കിൽ നിന്ന് നോക്കുമ്പം അതിൻ്റെ റൈറ്റ് ഇതായിട്ട് വരും, അത് സ്റ്റാർ ബോർഡ്. ഈ പോർഷനെ വിളിക്കുന്ന പേര് പോർട്ട്. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ നിന്നാണ് ഇപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് സ്റ്റേൺ. നമ്മളെ കണ്ടീഷനിൽ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത്. ഫോർ ആൻ ഒബ്സർവർ ഒബ്സർവിങ് ദി ഷിപ്പ് ഫ്രം ദി ഫ്രണ്ട്, നമ്മളെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ ആരോ ഇങ്ങനെ വരും, കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സ്പിൻ ആക്സിസ് കണ്ടുപിടിച്ച് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ ഓഫ് ദി ഷിപ്പ്. അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടുവരിക. നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മളെ ഫിംഗറിനെ കേൾ ചെയ്യിപ്പിക്കുക. ഓക്കെ, നമ്മളെ ഫിംഗറിനെ ഇതെങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ഫിംഗറിനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. സോ നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, നിങ്ങൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സിനെ ക്ലോക്ക് വൈസ് ആയിട്ട് കേൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കണക്കായിരിക്കും. അപ്പോൾ നിങ്ങളെ തമ്പ് എങ്ങോട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നോ അതായിരിക്കും ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ. സോ ഇതാണ് നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, കാരണം നമ്മളെ തമ്പ് പോയിന്റ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കുക, അല്ലേ? നമ്മളെ പ്രൊപ്പല്ലറിൻ്റെ ആക്സിസും നമ്മളെ ഐ ഓഫ് ദി ഒബ്സർവറും തമ്മിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനെ വിളിക്കുന്ന പേരാണ് സ്പിൻ ആക്സിസ്. സോ ഫസ്റ്റ് നമ്മൾ സ്പിൻ ആക്സിസ് കണ്ടുപിടിച്ചു. സോ നമുക്കറിയാം, ദ വെർട്ടിക്കൽ ആക്സിസ് അബൌട്ട് വിച്ച് ദ ഷിപ്പ് ഈസ് റൊട്ടേറ്റിംഗ്, ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ ആക്സിസ്. ഈ ഗ്രീൻ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രിസിഷൻ ആക്സിസ്. ഇനി ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷനാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ എൻ്റെ ആരോ എങ്ങോട്ട് പോകുന്നു, ഈ ആരോ നേരെ നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പം ഇങ്ങനെ ആയിരിക്കും എൻ്റെ ആരോ പോകുന്നത്. ഒന്നും കൂടി, ഈ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ ഇതിൻ്റെ ആരോ എങ്ങോട്ടാണോ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആ ഡയറക്ഷൻ നമ്മൾ നേരെ പ്രിസിഷൻ ആക്സിസിൽ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ കിട്ടും. സിൻസ് ഇതിപ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്നതിൻ്റെ ആരോ ഇങ്ങോട്ടാണ് പോകുന്നത്, അത് നേരെ നമ്മൾ പ്രിസിഷൻ ആക്സിസിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ കിട്ടി.
അപ്പം നമ്മൾ പറഞ്ഞ രണ്ട് സ്റ്റെപ്പ് കണ്ടുപിടിച്ചു. ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ നമ്മൾ കണ്ടുപിടിച്ചു. ദ ഡയറക്ഷൻ ഓഫ് പൊസിഷൻ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. വെൻ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ്, നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പം നമുക്കറിയാം ഈ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ. ലുക്കിംഗ് ഫ്രം ടോപ്പ് നമ്മൾ മേളിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലറിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ബൈ 90 ഡിഗ്രി. ഓക്കെ, നമ്മളിപ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക്, മേളിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചത് ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ 90 ഡിഗ്രി ടേൺ ചെയ്യിപ്പിച്ചു. അപ്പം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. നമ്മൾ 90 ഡിഗ്രി ടേൺ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഇത് 90 ഡിഗ്രിയാണ് അല്ലേ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കേൾ ചെയ്യിപ്പിച്ചു, എനിക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ കിട്ടി. ഈ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. സോ എനിക്കിപ്പം റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. വൺസ് എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തമ്പുണ്ട്, എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഞാൻ ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കും. ഓക്കെ, സോ എൻ്റെ റൈറ്റ് ഹാൻഡ് എടുത്തു, ഞാൻ ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ ഞാൻ തമ്പ് പോയിൻ്റ് ചെയ്യിപ്പിച്ചു, ഞാൻ എൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ തമ്പ് ഇങ്ങനെ ആയിരിക്കുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഡയറക്ഷനാണ് എൻ്റെ തമ്പ് ഇരിക്കുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കേൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എഫക്റ്റ് കിട്ടും. സോ സിൻസ് ഞാൻ കേൾ ചെയ്യുമ്പോൾ എൻ്റെ ഫിംഗേഴ്സ് മടങ്ങുന്നത് ഇങ്ങനെയാണ്. സോ ദാറ്റ് മീൻസ് എനിക്ക് കിട്ടുന്ന എഫക്റ്റ് ഇങ്ങനൊരു എഫക്റ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഈ പടത്തിൽ കാണുന്ന കണക്ക് തന്നെ എനിക്ക് കിട്ടുന്ന എഫക്റ്റ് ഇങ്ങനൊരു എഫക്റ്റ് ആയിരിക്കും. ഈ എഫക്റ്റ് ഞാൻ നേരെ എങ്ങോട്ട് ഷിപ്പിനകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റേൺ റൈസ് ആവും, എൻ്റെ ബോ ഡിപ്പാവും അല്ലേ. ഈ ഒരു എഫക്റ്റ് ഞാൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഷിപ്പിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഷിപ്പിനകത്ത് എന്ത് സംഭവിക്കും, നമ്മളെ സ്റ്റേൺ റൈസ് ആവും, നമ്മളെ ബോ ഡിപ്പാവും. സോ നമ്മളെ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്താണ്, സ്റ്റേൺ ഗെറ്റ് റൈസ്ഡ് ആൻഡ് ബൗ ഗെറ്റ് ഡിപ്ഡ്. സോ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഷിപ്പിൻ്റെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ആയിട്ട് ഷിപ്പിൻ്റെ പ്രൊപ്പലൻ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഷിപ്പ് ഒരു ലെഫ്റ്റ് ടേണിലോട്ട് സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒബ്സർവർ ഫ്രണ്ടിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്ന ഗൈറോസ്കോപ്പിക് കപ്പിൾ എഫക്റ്റ്, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റേൺ ഗെറ്റ് റൈസ്ഡ് ആൻഡ് ദ ബൗ ഗെറ്റ് ഡിപ്ഡ്. സോ നമ്മളിപ്പം സ്റ്റിയറിങ്ങിൻ്റെ എഫക്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പിച്ചിങ്ങിനൊരു മോഷനുണ്ട് ഷിപ്പിന്. ആ പിച്ചിങ്ങിൻ്റെ എഫക്റ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് ഇയർ മെക്കാനിക്സിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ അല്ലേ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ആൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ആ മോഷനെ നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയും അല്ലേ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ആൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു പീരിയോഡിക് മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നേ. നിങ്ങൾക്കറിയാം, പെൻഡുലത്തിൻ്റെ എന്ത് സംഭവിച്ചാലും പെൻഡുലത്തിൻ്റെ ആക്സിലറൈസേഷൻ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. സോ ഒരു മോഷൻ പീരിയോഡിക് മോഷൻ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ദി ആക്സിലറൈസേഷൻ ഓഫ് ദി ബോഡി ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ, സോ എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ആൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അറ്റ് ദ സെയിം ടൈം ദി ആക്സിലറൈസേഷൻ ഓഫ് ദി ബോഡി ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. സോ നമ്മളെ പിച്ചിങ് എന്ന് പറയുന്നത്, ഷിപ്പിൻ്റെ പിച്ചിങ് എന്ന് പറയുന്നത് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് നമുക്ക് പിച്ചിങ്ങിൻ്റെ മോഷനെ ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് താണ്ടേ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങളിപ്പോൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഒരു പിച്ചിങ്ങിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. കാരണം അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആക്സലറൈസേഷൻ ടുവേർഡ്സ് എ മീൻ പൊസിഷനിലോട്ട് വരുന്നതുകൊണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ അത് കാണാം. So it's clear from the video that pitching can be considered as a simple harmonic motion. Now, so നമുക്കിനി പിച്ചിങ്ങിൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പിച്ചിങ്ങിൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് അല്ലേ. നമ്മൾ ലുക്കിംഗ് ഫ്രം ദി ടോപ്പ്,
നമ്മൾ ടോപ്പിൽ നിന്നും വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു എഫക്റ്റ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ദാണ്ടെ ഈ ഒരു ആരോ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും, നമ്മളെ ബോവ് താഴോട്ട് വരും, നമ്മളെ ടെയില് ഡിപ്പാവും. ഓക്കെ, നമ്മളെ ബോവ് താഴോട്ട് വരും, നമ്മളെ ടെയില് ഡിപ്പാവും. ഇതാണ് നമ്മൾ സ്റ്റിയറിങ്ങിന് കിട്ടിയ എഫക്റ്റ്. ഇനി നമ്മൾ പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എങ്ങോട്ടും ഷിപ്പ് എങ്ങോട്ടും മൂവ് ചെയ്യുന്നു, ടുവേർഡ്സ് സ്റ്റാർബോർഡ് ആണോ ടുവേർഡ്സ് പോർട്ട് ആണോ, അതാണ് പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ടുവേർഡ്സ് സ്റ്റാർബോർഡ് ആണോ ഷിപ്പ് മൂവ് ചെയ്യുന്നത് അതോ ടുവേർഡ്സ് ദി പോർട്ട് ആണോ ഷിപ്പ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കറിയാം ദാണ്ടെ ഇതാണ് സ്റ്റേൺ. സ്റ്റേണിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർബോർഡ്, സ്റ്റേണിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേരാണ് പോർട്ട്. നമുക്കറിയാം ഈ ഒരു എഫക്റ്റ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ ഈ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദാണ്ടെ ഈ ഒരു ടെയിൽ പാർട്ട് അങ്ങോട്ട് റൈസ് ആവും, ഈ ഒരു ബോവ് പാർട്ട് താഴോട്ട് റൈസ് ആവും. ദാറ്റ് മീൻസ് ഈ ഒരു പാർട്ട്, അതായത് ഫ്രണ്ട് പാർട്ട് ഇങ്ങോട്ട് വരുമ്പം നമുക്കറിയാം സ്റ്റേൺ ഇവിടെ ആണെങ്കിൽ ഇതാണ് സ്റ്റാർ ബോർഡ്, ഇതാണ് എന്തോന്ന് പോർട്ട്. സോ ഈ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഷിപ്പിൻ്റെ ബോ എങ്ങോട്ട് ടേൺ ചെയ്യുവാണ്, ടുവേർഡ്സ് പോർട്ട് അല്ലേ. ടുവേർഡ്സ് പോർട്ടിലോട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് പിച്ചിങ്ങിൻ്റെ എഫക്റ്റ്. ഈ ഷിപ്പ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ടുവേർഡ്സ് സ്റ്റാർബോർഡ് ആണോ ടുവേർഡ്സ് പോർട്ട് ആണോ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഈ ഒരു കേസിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ് നമുക്ക് കിട്ടുന്ന എഫക്റ്റ് എങ്കിൽ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മളെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റിൻ്റെ ഡയറക്ഷൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ബോവ് എന്തൊക്കെയായാലും ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. അതായത് ബോ വിൽ മൂവ് ടുവേർഡ്സ് ദി പോർട്ട് സൈഡ് ആൻഡ് ദ ടെയിൽ വിൽ മൂവ് ടുവേർഡ്സ് ദി സ്റ്റാർബോർഡ് സൈഡ്. സോ ഇതാണ് പിച്ചിങ്ങിൻ്റെ എഫക്റ്റ്. നമ്മളെ ഈ ഒരു കേസിൽ, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മളെ പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ദ ബോ വിൽ മൂവ് ടുവേർഡ്സ് ദി പോർട്ട്. സോ ഹിയർ നമുക്കറിയാം when the bow is dipping അല്ലെങ്കിൽ ഇവിടെ bow is lowering, the reaction couple is anti-clockwise. When the bow is dipping and the reaction couple is in anti-clockwise direction, on viewing from the top the ship would move towards the left or port side. ഇതാണ് നമുക്ക് കിട്ടിയ എഫക്റ്റ്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് കേസ് നോക്കാം. ലെറ്റ്സ് സേ നമുക്കിപ്പം കിട്ടിയ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ഈ ഡയറക്ഷനിലുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ ടുവേർഡ്സ് പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് വരുന്നത് എങ്ങനെയാണ്, നമ്മളെ തമ്പ് അതേ ഡയറക്ഷനിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളെ ഫിംഗേഴ്സ് കേൾ ചെയ്യിപ്പിക്കുക. സോ നമ്മളെ ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് മടക്കുമ്പം നമുക്ക് ദാണ്ടെ ഇങ്ങനൊരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇത് ടോപ്പിൽ നിന്നും വ്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു എഫക്റ്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ ബോവ് ടുവേർഡ്സ് ദി റൈറ്റിലോട്ട്, അതായത് നമ്മുടെ ഷിപ്പ് റൈറ്റിലോട്ട് ടേൺ ചെയ്യും. ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർബോർഡ്. സോ ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദി സ്റ്റാർബോർഡ്. കാരണം നമുക്ക് കിട്ടിയ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ when the bow is rising, the reaction couple is clockwise on viewing from top, and thus the ship would move towards the right hand side or starboard side. അപ്പോൾ ഇതിന് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റിൽ നിന്ന് നമുക്ക് ബോവ് റൈസ് ആവുകയാണോ ഫാൾ ആവുമോ എന്ന് അറിയാൻ പറ്റും. ബോവ് റൈസ് ആവുകയാണെങ്കിൽ നമ്മളെ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദി സ്റ്റാർബോർഡ് സൈഡ്. മറിച്ച് ബോവ് ഫാൾ ആവുകയാണെങ്കിൽ ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദി പോർട്ട് സൈഡ്. ഈ ഒരു എഫക്റ്റാണ് നമ്മുടെ പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ ഷിപ്പ്, നേവൽ ഷിപ്പിൻ്റെ കേസസ്, ഈ ഷിപ്പിൻ്റെ പ്രോബിലിറ്റി നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ എഫക്റ്റും കണ്ടുപിടിക്കണം, മറിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പിച്ചിങ്ങിൻ്റെ എഫക്റ്റും കണ്ടുപിടിക്കണം. അപ്പം ക്ലിയർ ആയി. സോ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോവ് റൈസ് ആവുമോ ഫാൾ ആവുമോ എന്നറിയാൻ പറ്റും. ബോവ് റൈസ് ആവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദി സ്റ്റാർബോർഡ് സൈഡ്. ബോവ് ഫാൾ ആവുകയാണെങ്കിൽ ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദി പോർട്ട് സൈഡ്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകേണ്ടത് റോളിംഗ് മോഷനെ കുറിച്ചാണ്. റോളിംഗ് നമുക്കറിയാം ദ ആംഗുലർ മോഷൻ ഓഫ് ദി ഷിപ്പ് അബൌട്ട് ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ്, അതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത് അല്ലേ. ദ ആംഗുലർ മോഷൻ ഓഫ് ദി ഷിപ്പ് അബൌട്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ്, അത് നമ്മൾ എന്തെന്ന് പഠിച്ചു, പിച്ചിങ് എന്ന് പഠിച്ചു. സോ ദ ആംഗുലർ മോഷൻ ഓഫ് ദി ഷിപ്പ് അബൌട്ട് ദി ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് അല്ലെങ്കിൽ ദി ആക്സിസ് ഓഫ് ദി പ്രൊപ്പല്ലർ, ആ മോഷനെ വിളിക്കുന്ന പേരാണ് റോളിംഗ്. ഓക്കെ, സോ റോളിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദ ആക്സിസ് ഓഫ് ദി റോളിംഗ് ഓഫ് ദി ഷിപ്പ് ആൻഡ് ഓഫ് ദി റോട്ടർ ആർ പാരലൽ. ആക്സിസ് ഓഫ് ദി
റോളിംഗ് ഓഫ് ദി ഷിപ്പ് ആൻഡ് ദ ആക്സിസ് ഓഫ് ദി റോട്ടർ ആർ പാരലൽ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരത്തുള്ളൂ അല്ലേ. സോ ഈ രണ്ട് ആക്സിസും പാരലൽ ആയതുകൊണ്ട്, അതായത് റോളിങ്ങിൻ്റെ ആക്സിസും നമ്മുടെ റോട്ടറിൻ്റെ ആക്സിസും പാരലൽ ആയതുകൊണ്ട് ദർ ഈസ് നോ പൊസിഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് ദി സ്പിൻ and thus there is no gyroscopic effect. So റോളിങ്ങിൻ്റെ മോഷൻ നടക്കുന്ന സമയത്ത് there will not be any gyroscopic effect. കാരണം നമ്മളെ റോളിങ്ങിൻ്റെ റോൾ ചെയ്യുമ്പോൾ ഉള്ള ആക്സിസും നമ്മളെ റോട്ടറിൻ്റെ ആക്സിസും പാരലാണ്. സോ there will not be any spin axis and hence there is no gyroscopic effect. സോ നിങ്ങൾക്ക് ഇനിയത്തെ റോളിങ്ങിൻ്റെ മോഷൻ ഇനി കാണാൻ പോകുന്ന ഈ മോഷനിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. there will not be any gyroscopic effect because the action of the axis are both the axis of the ship as well as the axis of the rotor are parallel. Hence നമ്മളിപ്പം എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ നേവൽ ഷിപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റിയറിംഗ് 3 മോഷനാണ് കൺസിഡർ ചെയ്തത്, സ്റ്റിയറിങ്ങും പിച്ചിങ്ങും ആൻഡ് റോളിങ്ങും. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ വിച്ച് ക്യാൻ ടേക്സ് പ്ലേസ് ഇൻ എ ഷിപ്പ് ഡ്യൂ ടു വെദർ അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് ദ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂറിങ് സ്റ്റിയറിംഗ്, ഡ്യൂറിങ് പിച്ചിങ് ആൻഡ് ഡ്യൂറിങ് റോളിംഗ്, ഇത് 3 ഡിസ്കസ് ചെയ്തു. സോ ഇൻ ഷോർട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കണ്ടുപിടിക്കുക. എയറോപ്ലെയിൻ നമ്മൾ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതേ എഫക്റ്റ് നമ്മളിത് കണ്ടുപിടിക്കുക, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ്. എന്നിട്ട് നമ്മളെ ബോവ് റൈസ് ആവുകയാണോ അതായത് ഫ്രണ്ട് പോർഷൻ ഓഫ് ദി ഷിപ്പ് റൈസ് ആവുകയാണോ ഫാൾ ആവുകയാണോ നമുക്ക് ഗൈറോസ്കോപ്പിക് എഫക്റ്റിന് മനസ്സിലാവും. റൈസ് ആവുകയാണെങ്കിൽ എന്താണ് പിച്ചിങ്ങിൻ്റെ എഫക്റ്റ്, എന്താണ് പിച്ചിങ്ങിൻ്റെ എഫക്റ്റ്, റൈസ് ആവുകയാണെങ്കിൽ എന്താണ് എഫക്റ്റ്, ഫാൾ ആവുകയാണെങ്കിൽ എന്താണ് എഫക്റ്റ്, അതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായി. there will not be any gyroscopic effect during rolling. സോ ഇത് നമ്മൾ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആവും. സോ ഇതിൽ ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഒരൊറ്റ വീഡിയോ തന്നെ എല്ലാം കൂടി പറയാൻ ശ്രമിച്ചുകൊണ്ടാണ് ലെങ്തി വീഡിയോ ആയത്. സോ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോയുടെ സൈസും ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. സോ എന്തൊക്കെയായാലും ഈ വീഡിയോ ടോപ്പ് ടു ബോട്ടം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോഴത്തേക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും. താങ്ക് യു.